നമസ്കാരം. മണി പവർ ഉള്ളവർക്ക് മണിയടിക്കുന്ന പണിയാണോ തിരുവനന്തപുരം പോലീസിനെന്നുള്ളത് സ്വാഭാവികമായിട്ട് പൊതുസമൂഹം ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി മണിയൻപിള്ള രാജു തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ബൈക്കിൽ വന്ന രണ്ടുപേരെ ഇടിച്ച് തെറിപ്പിച്ച് നാശമാക്കി. ഒരാളുടെ 2 കാലും ഒടിഞ്ഞു, അടുത്ത ആളുടെ നടുവൊടിഞ്ഞു. അവർ ഹോസ്പിറ്റലൈസ്ഡാണ്. എന്നിട്ട് ആ വാഹനം നിർത്താതെ അയാൾ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. ഇന്ന് അയാൾ 10 മണിക്ക് ശേഷം ശരിക്കും പോലീസ് സ്വാഭാവികമായിട്ട് ചെന്ന് പൊക്കിക്കൊണ്ട് വന്നു. അതായത് വന്ന് കീഴടങ്ങിയെന്ന് തന്നെ പറയാം. ആ വാഹനം നിർത്താതെ പോയി. അതായത് ഇന്നലെ തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്ത് അയാൾ മദ്യപിച്ചിട്ടുണ്ടോ, അയാൾ എന്താണ് ലഹരി കഴിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ മെഡിക്കൽ ചെക്കപ്പ് നടത്തി അത് കോടതിയിൽ ഹാജരാക്കുന്നതിന് പകരം അയാളുടെ ലഹരി ഇറങ്ങി പോകുന്നത് വരെ വായി നോക്കി നിന്ന പോലീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരത്തെ ഈ മണിയൻപിള്ള രാജുവിൻ്റെ മണിയടി പോലീസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എത്ര നികൃഷ്ടമാണ് ഇവിടുത്തെ ഭരണ നിയമ സംവിധാനമൊക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോയി പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവർക്കും തുല്യനീതി, ഒരേ നീതി, അതുപോലെ തന്നെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണെന്ന് പറയുകയും ചെയ്യും. ഈ മണിപ്പവർ ഉള്ളവർക്കെല്ലാം മണിയടിക്കുന്ന ഒരു പോലീസ് സംവിധാനം അത് എത്ര അപഹാസ്യമാണ്. ഇപ്പം അയാൾ വന്ന് സ്റ്റേഷനിൽ വന്നു, സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, പേരിൻ്റെ ഒരു കേസും എടുത്തു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട്, ഇത്രയും കാര്യമുള്ളൂ. CCTVയിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. കാരണം അതുപോലുള്ളൊരു മെയിൻ റോഡിൽ കൂടെ സ്വാഭാവികമായിട്ട് വരുന്ന വാഹനങ്ങൾ സാമാന്യ സ്പീഡിലേ വരുള്ളൂ. അതേ സ്ഥാനത്ത് ഇയാൾ ഇറങ്ങുന്ന ഒരു ക്രോസ് റോഡിൽ നിന്നാണ്, പോക്കറ്റ് റോഡിൽ നിന്ന് ഇയാൾ കാറ് ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മെയിൻ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ കടന്നു പോയതിന് ശേഷം മാത്രമേ ക്രോസ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മെയിൻ റോഡിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ അത്രയും മെയിൻ റോഡിലേക്ക് ഇയാൾ വാഹനം ഒന്നും നോക്കാതെ വാഹനം ഇറക്കിക്കൊണ്ട് വന്നു. നേരെ വന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു. സ്വാഭാവികമായിട്ട് അവർ രണ്ടുപേരും റോഡിൽ വീണു. ഇയാളുടെ കാറിൻ്റെ ബമ്പർ വരെയും തെറിച്ച് വോൾവോ കാറാണ്. എന്നിട്ട് ആ അപകടം ഉണ്ടായ വിവരം അവിടെ ആരെങ്കിലും അറിയിക്കാനോ അല്ലെങ്കിൽ അവിടെ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ വാഹനം അവിടെ നിർത്തി അവരെ ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആക്കാനോ ഉള്ള യാതൊരു മനസാക്ഷിയും കാണിക്കാത്ത ഒരു സിനിമാ നടനാണ് മണിയൻപിള്ള രാജു. അവൻ എന്നിട്ട് അപ്പം തന്നെ ആ വാഹനം എടുത്തുകൊണ്ട് പാഞ്ഞു പോയി അവൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. എന്നിട്ട് ഈ വിവരം അറിഞ്ഞ പോലീസ് അറിയാത്ത മട്ടിൽ ഉറക്കം നടിച്ച് അവിടെ കിടന്നു. അവൻ്റെ സകല മദ്യത്തിൻ്റെയോ എല്ലാം മയക്കുമരുന്നിൻ്റെ അവൻ എന്താണോ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ കസ്റ്റഡിയിലെടുത്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നുള്ളത് ഇവിടുത്തെ പോലീസുകാർക്കെല്ലാം അറിയാവുന്നതാണ്. എന്നിട്ട് അതൊന്നും ചെയ്യാതെ അതിനുള്ള സാവകാശം കൊടുത്ത് അതിൻ്റെ ആ സമയമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം 12 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പിന്നെ അവൻ്റെ ശരീരത്ത് അല്ലെങ്കിൽ അവൻ്റെ ബ്ലഡിൽ നിന്നും ലഹരിയുടെ അംശം സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടും. അതുതന്നെയാണല്ലോ പണ്ട് സംഭവിച്ചത്. പണ്ട് ഒരു ശ്രീറാം വെങ്കിട്ടരാമൻ, ഒരു IAS-കാരൻ പാതിരാത്രി സമയത്ത് ഒരു വനിതാ സുഹൃത്തുമായിട്ട് ഒരു കാറിൽ പാഞ്ഞെന്ന് അന്നത്തെ ഒരു മെയിൻ പത്രപ്രവർത്തകനായിരുന്ന KM ബഷീറിനെ ഇടിച്ച് തെറിപ്പിച്ച് ഒരു മരത്തിൽ കയറ്റി നിർത്തുന്ന മാതിരി ബൈക്ക് മരത്തിൽ കയറ്റി നിർത്തി ആ മനുഷ്യനെ ഈ ഭൂമിക്ക് മുകളിൽ നിന്ന് ഇല്ലാണ്ടാക്കിയിട്ട് അന്ന് ആ അപകടം ഉണ്ടാക്കിയ ശ്രീറാം വെങ്കിട്ടരാമനെ ഒരു ദിവസം പോലും കൂടെ ഒന്ന് ജയിലിൽ കിടത്താതെ അവനെയൊക്കെ അന്ന് സംരക്ഷിച്ച് അവൻ കഴിച്ചിരുന്ന മദ്യമാണെങ്കിലും എന്താണെങ്കിലും ലഹരിയാണെങ്കിലും അതിൻ്റെ വീര്യം നഷ്ടപ്പെടുന്നത് വരെ അവനെ കസ്റ്റഡിയിലെടുക്കാതെ കാത്ത് സംരക്ഷിച്ച് പരിപാലിച്ച് അതിനെല്ലാം ശേഷം പിന്നെ അവനെ ഒന്ന് കസ്റ്റഡിയിലെടുത്ത് മെഡിക്കൽ ചെക്കപ്പ് നടത്തി. സ്വാഭാവികമായിട്ടും അവൻ ലഹരിയൊന്നും കഴിച്ചതായിട്ട് അതിനകത്ത് മെഡിക്കൽ എവിഡൻസ് കിട്ടില്ല. അത് പോലീസുകാർക്കറിയാം. ഇങ്ങനെ ഈ മണി ഉള്ളവർക്ക് വേണ്ടിയിട്ട് മണിയടിക്കാനായിട്ട് നടക്കുന്ന മണിയൻപിള്ള പോലീസായിട്ട് ഈ തിരുവനന്തപുരത്ത് പല പോലീസും മാറുന്നുണ്ട്. നമുക്കറിയാം, കുറേ നാളുകൾക്ക് മുമ്പാണ് ഒരു KSRTC ഡ്രൈവർ, അത് തുടർച്ചയായിട്ട് 18 മണിക്കൂർ ജോലി ചെയ്തു വന്നിരുന്ന ഒരു യദു എന്ന ഒരു KSRTC ഡ്രൈവറെ അന്നത്തെ തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ അവരുടെ കൂട്ടാളികളും ഏതോ ഫംഗ്ഷന് പോയിട്ട് കൂത്താടി വന്ന സമയത്ത് ബസ്സുകാരൻ സൈഡ് കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണത്തിൽ പറഞ്ഞ് ആ 18 മണിക്കൂറോളം ജോലി ചെയ്തു വന്ന ആ ഒരു പാവൺ ഡ്രൈവറെ പിടിച്ചുകൊണ്ടുപോയി മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അന്ന് രാത്രി മൊത്തം അദ്ദേഹത്തെ ഉറങ്ങാതെ സ്റ്റേഷൻ കസ്റ്റഡി വെക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ അന്ന് ആ ബസ് തടഞ്ഞ ഈ അന്നത്തെ മേയറായിരുന്ന ഈ ആര്യ രാജേന്ദ്രനെ അവരുടെ ഭർത്താവിനെ അവരുടെ കൂട്ടാളികളായിട്ട് അന്ന് ആ വാഹനത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി ഒറ്റ എണ്ണത്തിന് കസ്റ്റഡിയിലെടുക്കുകയും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയോ ചെയ്തില്ല.
ആ 18 മണിക്കൂർ ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്തു വന്ന ആ KSRTC ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയും കൊണ്ട് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്തു. ആ പാവം മദ്യപിക്കാൻ പോയിട്ട് പച്ചവെള്ളം പോലും കുടിച്ചിരുന്നല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം ബസ്സിലുള്ള സർവ്വത്രാദി ജീവനക്കാരും ഉണ്ടായിരുന്നു. എന്നാൽ ശരിക്കും മെഡിക്കൽ പരിശോധന നടത്തേണ്ടവരെ പരിശോധന നടത്തിയില്ല, മെഡിക്കൽ പരിശോധന നടത്തേണ്ടാത്തവരെ മെഡിക്കൽ പരിശോധന നടത്തുകയും ചെയ്യുന്ന ഒരു പോലീസ് സംവിധാനം. ഇതൊക്കെ എത്ര അപഹാസ്യമാണ്. ഇതെന്താണ് ഇങ്ങനെ ഈ തിരുവനന്തപുരം സിറ്റിയിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ, അതായത് മണി പവർ ഉള്ളവർക്ക് വേണ്ടിയിട്ട് മണിയടിക്കാനായിട്ട് ഒരു മണിയടിയൻ പോലീസായിട്ട് മാറുന്ന ഒരവസ്ഥ, അതൊക്കെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു കൊഞ്ഞനം കുത്തലാണ്, ഏറ്റവും വലിയൊരു അപഹാസ്യമാണ്, നാണക്കേടാണ്. പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളിനകത്ത് വളരെ അധികം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.